ബിനീഷ് കോടിയേരി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറെ ചോദ്യം ചെയ്യുന്നു. ബിനീഷ് കോടിയേരിക്ക് പങ്കാളിത്തമുള്ള കമ്പനികളുമായി ബന്ധപ്പെട്ട ഫെമ കേസുകളാണ് ചോദ്യം ചെയ്യൽ. കഴിഞ്ഞ ആഴ്ച സമൻസ് നൽകിയിരുന്നെങ്കിലും ബിനീഷ് ഹാജരായിരുന്നില്ല. വിവരങ്ങളുമായി വിനിത വിജി ചെയ്യുന്നു. വിനിത, നേരത്തെയുള്ള കേസ് കോടതിയിലൊക്കെ പോയി എങ്ങുമെത്താതെ പോയതാണ്. ഇപ്പോൾ ബിനീഷിനെ ഏത് കേസിലാണ് ഈ ചോദ്യം ചെയ്യൽ? പഴയ കേസുമായി ബന്ധമുണ്ടോ ഈ ചോദ്യം ചെയ്യലിന്? തീർച്ചയായും ഹാഷ്മി, ഈ ഫെമ നിയമലംഘനവുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ബിനീഷ് കോടിയേരിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ 10:30 ബിനീഷ് കോടിയേരി കൊച്ചി ഇ ഡി ഓഫീസിൽ എത്തണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് ബിനീഷ് കോടിയേരി ഈ കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തിയത്. ഇപ്പോഴും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ചില രേഖകൾ ഉൾപ്പെടെ ഹാജരാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെയും കഴിഞ്ഞ ആഴ്ചയും ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ബിനീഷ് കോടിയേരിക്ക് ഇ ഡി നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഹാജരായില്ല. അതിനെ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ഹാജരാകണമെന്ന് ആവശ്യപ്പെടുകയും ഇന്ന് രാവിലെയോടുകൂടി ബിനീഷ് കോടിയേരി കൊച്ചിയിലെ ഇ ഡി ഓഫീസിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഈ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ബിനീഷ് ഹാജരാക്കിയിട്ടുള്ള രേഖകൾ അന്വേഷണ സംഘം വളരെ വിശദമായി തന്നെ പരിശോധിക്കും. ബിനീഷുമായി ബന്ധമുള്ള കമ്പനികളിൽ ഈ ഫെമ ചട്ടം ലംഘനം നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇ ഡി പരിശോധിക്കുന്നത്. അന്ന് ഇ ഡി കേസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തുകൊണ്ട് കേസ് നിലനിൽക്കുമോ എന്ന സംശയമൊക്കെ കോടതി ഉന്നയിച്ചതാണ്. അതുമായി ഈ ചോദ്യം ചെയ്യലിന് ബന്ധമുണ്ടോ വിനിത? തീർച്ചയായും ഹാഷ്മി, അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിലും പരിശോധിക്കുന്നത്. ഇതിൽ ഒരു പ്രത്യേക കമ്പനി എന്നുള്ളതിനേക്കാൾ അപ്പുറം ബിനീഷിന് പങ്കാളിത്തമുള്ള എല്ലാ കമ്പനികളിലേക്കും ഇ ഡിയുടെ ഒരു അന്വേഷണം ഉണ്ടാകുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനത്തിൽ അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ഈ കമ്പനികളിൽ ഏതെങ്കിലും തരത്തിൽ ചട്ടലംഘനം നടന്നിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇ ഡി പരിശോധിക്കുന്നുണ്ട്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളിൽ കൂടുതൽ സ്ഥിരീകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചില രേഖകൾ ഉൾപ്പെടെ ബിനീഷ് കോടിയേരി ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആ രേഖകളൊക്കെ തന്നെ അദ്ദേഹം ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടെന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഈ കാര്യങ്ങളെല്ലാം ഇ ഡി വളരെ വിശദമായി പരിശോധിക്കുകയാണ്. വിനിത വിജയാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ നേരത്തെ ഒരു ഘട്ടത്തിൽ ഒരു എപ്പിസോഡ് കഴിഞ്ഞതാണ്. അത് കോടതിയിൽ പോയി ഇ ഡിക്ക് തിരിച്ചടി നേരിട്ടതാണ്. ഇ ഡി അപ്പീലുമായൊക്കെ മുന്നോട്ടൊക്കെ പോവുകയാണ്. അതിൽ പിന്നെയും വീണ്ടും ബിനീഷ് കോടിയേരി ഏതോ കേസുകളൊക്കെ ചോദ്യം ചെയ്യുകയാണ് ഇ ഡി.